വരും ദിവസങ്ങളിൽ സ്വർണ്ണ വിപണിയിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും നയപരമായ മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത. അതിന്റെ ഭാഗമായി രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളോട് ഗോൾഡ് മെറ്റൽ ലോണുകളുടെ വിശദമായ വിവരങ്ങൾ അടിയന്തരമായി സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം. വായ്പാ സംവിധാനത്തിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടക്കുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. വരും ദിവസങ്ങളിൽ സ്വർണ്ണ വിപണിയിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും നയപരമായ മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുന്നു. അതിന്റെ ഭാഗമായി രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളോട് ഗോൾഡ് മെറ്റൽ ലോണുകളുടെ വിശദമായ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വായ്പാ സംവിധാനത്തിലടക്കം വൻതോതിൽ ക്രമക്കേടുകൾ പെരുകിവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 2023 മുതലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട വായ്പാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളാണ് ബാങ്കുകളോട് ധനമന്ത്രാലയം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബാങ്കുകൾ ജ്വല്ലറികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഗോൾഡ് മെറ്റൽ ലോണുകളുടെ അളവ്, വായ്പാ കാലാവധി, പലിശ നിരക്കുകൾ, നിലവിൽ ഈ ഇനത്തിലുള്ള കുടിശ്ശിക എന്നിവയുടെ കൃത്യമായ റിപ്പോർട്ടുകളും വേണം. തിങ്കളാഴ്ചയ്ക്കകം വിവരങ്ങൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. കൂടാതെ സ്വർണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നതിലും കറന്റ് അക്കൗണ്ട് കമ്മിയിലെ സമ്മർദ്ദത്തിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. അതിനാൽ തന്നെ സർക്കാർ ഇറക്കുമതി തീരുവ 15% ഉയർത്തുകയും വെള്ളി ഇറക്കുമതിയുടെ മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ നീക്കമെന്നതും വലിയ ആശങ്കയ്ക്ക് വഴിയുണ്ട്. ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടിയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.